ഫൈസൽ നെടുമ്പാല ചേരുന്നു. ഫൈസൽ, ചടങ്ങിന്റെ വിവരങ്ങൾ ഒപ്പം തന്നെ ഇപ്പോൾ നിർമ്മിച്ചു നൽകുന്ന ഈ പുനരധിവാസ പദ്ധതിയുടെ പ്രത്യേകതകൾ, വിശദാംശങ്ങൾ. ധന്യ, ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമാണ് ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം 105 വീടുകൾക്കുള്ള ഭവന നിർമ്മാണ ഉദ്ഘാടനമാണ് ഇപ്പോൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിൽപ്പെട്ട വെള്ളിത്തോട് എന്ന് പറയുന്ന പ്രദേശത്ത് 2 ഇടങ്ങളിലായിട്ടാണ് ഈ ഒരു ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുകയായിരുന്നു. വലിയ വിവാദങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ നിയമപ്രശ്നങ്ങളും നീക്കി ഇപ്പോൾ നിർമ്മാണ ഉദ്ഘാടനം നടന്നിരിക്കുന്നു. 1100 സ്ക്വയർ ഫീറ്റ് 8 സെന്റ് ഭൂമിയാണ് ദുരന്തബാധിതർക്ക് നൽകുന്നത്. 8 മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചത്. വിവാദങ്ങളൊന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല. വളരെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിക്കൊണ്ടാണ് ഇത്തരത്തിൽ വിവാദങ്ങളൊക്കെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും ഈ എല്ലാ പ്രശ്നങ്ങളും നീക്കിക്കൊണ്ട് നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ നടന്നിരിക്കുന്നു. വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് ദുരന്തബാധിതർക്ക് വീട് കൈമാറുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ മെയിൻ റോഡിന്, അതായത് മേപ്പാടി മുട്ടിൽ റോഡിന്റെ മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത്. 11 ഏക്കർ ഭൂമിയാണ് ഈ ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടി മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 1 വർഷത്തോളമായി ഈ ദുരന്തം നടന്നിട്ട് ഇപ്പോഴും ദുരന്തബാധിതരൊക്കെ തന്നെ വാടക വീടുകളിൽ കഴിയുകയാണ്. സ്വന്തമായി അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഭവന നിർമ്മാണമൊക്കെ വൈകുന്നത് വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ആശങ്കക്കൊക്കെ പരിഹാരമായിരിക്കുന്നു. മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ നടന്നിരിക്കുന്നു. ഏറെ ആശ്വാസകരമാണ്. എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു പദ്ധതിയെ നോക്കിക്കാണുന്നത്. വൈകാതെ തന്നെ ഈ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. തന്നെയാണ് ഈ വീടിന്റെ പ്രത്യേകത കൂടി ഒന്ന് പറയാമോ? എത്ര സ്ക്വയർ ഫീറ്റിലായിരിക്കും, എങ്ങനെയാണ്, ഏത് സ്ഥലത്താണ് എന്നൊക്കെയുള്ളത്? ധന്യ, 1100 സ്ക്വയർ ഫീറ്റ് ആണ് ഓരോരുത്തർക്കും വീടുള്ളത്. 3 ബെഡ്റൂം ഉണ്ടാവും, ബാത്റൂം, അനുബന്ധ സംവിധാനങ്ങളോട് കൂടിയുള്ള ഒരു വീടാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അത് മാത്രമല്ല, വീട് മാത്രമല്ല, ഈ ഒരു ഭാഗത്തെ കമ്മ്യൂണിറ്റി ഹാള് ഉൾപ്പെടെയുള്ള പൊതു സാംസ്കാരിക നിലയങ്ങളൊക്കെ തന്നെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് നേതാക്കൾ അറിയുന്നത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിക്കും. എന്തായാലും വലിയ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ തന്നെയാണ് എല്ലാവരും ഈ ഒരു പദ്ധതിയെ നോക്കിക്കാണുന്നത്. വളരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ച ഒരു പദ്ധതിയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം, ഈ ദുരന്തം നടന്ന ആദ്യ മണിക്കൂർ മുതൽ നിരവധി പ്രവർത്തനങ്ങൾ ലീഗിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ നേരത്തെ സൂചിപ്പിച്ച 1100 സ്ക്വയർ ഫീറ്റ്, ആദ്യം 1000 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് പ്ലാനൊക്കെ മാറ്റി 1100 സ്ക്വയർ ഫീറ്റിലേക്ക് വീട് മാറ്റുകയായിരുന്നു. അത് മാത്രമല്ല, മുകളിലേക്ക് എടുക്കുന്ന രീതിയിലായിരിക്കും അതിന്റെ അടിത്തറ ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട് അതിന് പാകപ്പെടുത്തിക്കൊണ്ടായിരിക്കും അടിയിലത്തെ നില ഉണ്ടായിരിക്കുക. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ നടക്കുക. ധന്യ. ശരി ഫൈസൽ.